CMRL കേസിൽ പണമിടപാട് രേഖകൾ ഇൻകം ടാക്സ് വകുപ്പിന്റെ കയ്യിലാണെന്ന് കേന്ദ്ര സർക്കാർ. രേഖകൾ മുദ്രവെച്ച കവറിൽ നൽകാൻ തങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഇൻകം ടാക്സ് വകുപ്പ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ എതിർകക്ഷികൾക്ക് പറയാനുള്ളത് കേൾക്കണം എന്നും കോടതി പറയുന്നു. മുഖ്യമന്ത്രിയും മകൾ വീണയും അടക്കമുള്ള എതിർകക്ഷികൾക്ക് എതിർ സത്യവാങ്മൂലം നൽകാനും കോടതി സമയം അനുവദിച്ചിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബിനിൽ, ഈ രേഖകൾ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിന്? ആര്യ, നേരത്തെ അവധിക്കാല ബെഞ്ചിലായിരുന്നു ഈ ഹർജി വന്നിരുന്നത്. മാധ്യമപ്രവർത്തകനായ MR അജയനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെത്തിയത്. അന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രിയും മകൾ വീണയും അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ഇതിൽ ഈ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഈ പണമിടപാട് നടത്തിയിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ മുൻപിൽ ഈ ഹർജി എത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതി അറിയിച്ചത് ഈ രേഖകൾ കേന്ദ്ര സർക്കാരിന്റെ കൈവശമല്ല ഉള്ളത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണുള്ളത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മറ്റൊരു അഭിഭാഷകനാണ് ഉള്ളതെന്ന കാര്യം അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കിയത് നേരത്തെ തങ്ങൾക്കല്ല നിർദ്ദേശം ലഭിച്ചത്, കേന്ദ്ര സർക്കാരിനായിരുന്നു. അതുകൊണ്ട് ഈ മുദ്രവെച്ച കവറിൽ ഈ വിവരങ്ങൾ കൈമാറാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവർ അറിയിച്ചത്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം ലഭിച്ചല്ലോ, അതെന്തുകൊണ്ട് ഇൻകം ടാക്സിന് നൽകിയില്ല? അക്കാര്യത്തിലൊരു പ്രശ്നമുള്ളത്, കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ മറ്റൊരു വിഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക അഭിഭാഷകരുണ്ട്. അതുകൊണ്ട് ആ വകുപ്പിൽ നേരിട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വകുപ്പിന് അത് കൈമാറാൻ കഴിയുകയുള്ളൂ. അത് സാങ്കേതികമായ കാര്യമാണ്. അതാണ് അവർ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇന്ന് കോടതി എടുത്ത നിലപാട്, ആ തീരുമാനത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഹർജിയിലെ എതിർകക്ഷികൾക്ക് അവർക്ക് എന്ത് പറയാനുണ്ട് എന്നത് ആദ്യം കേൾക്കണം. കാരണം ഇവിടെ ഒരു സാമാന്യ നീതിയുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും അഭിഭാഷകരുണ്ടായിരുന്നു. MK ദാമോദരൻ അസോസിയേറ്റ്സ് ആണ് ഈ രണ്ട് കൂട്ടർക്കും വേണ്ടി ഹാജരായത്. അവർ ഈ ഹർജിയിൽ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. എന്തായാലും എതിർ സത്യവാങ്മൂലം നൽകാനായി ഈ എതിർകക്ഷികൾക്കെല്ലാം കോടതി ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 17-നായിരിക്കും ഈ ഹർജി ഇനി കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. അതിനു മുൻപ് തന്നെ ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും എതിർ സത്യവാങ്മൂലം അവരുടെ ഭാഗം അവതരിപ്പിക്കാനുള്ള അവസരമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഈ ഹർജിയുടെ മറ്റൊരു രാഷ്ട്രീയ വശം, ഇപ്പോൾ കോടതി സമയം അനുവദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മകൾ വീണ വിജയനും ഇനി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അവസരം. അതൊരു സാമാന്യ മര്യാദയാണ് എന്നുള്ള വാദമാണ് ഇന്ന് കോടതിയിൽ ഉയർന്നത്. അത് കോടതി അംഗീകരിക്കുകയായിരുന്നു.